കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രധാന വരുമാന മാർഗമാണ് നികുതികൾ. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 265. നികുതികളെ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. നികുതി ചുമത്തുന്നയാൾ നേരിട്ട് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഉദാഹരണം: ആദായ നികുതി, കെട്ടിട നികുതി, തൊഴിൽ നികുതി, വാഹന നികുതി, പരസ്യ നികുതി, ഭൂനികുതി. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി പൂർണ്ണമായോ ഭാഗികമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നതാണ് പരോക്ഷ നികുതി. ഉദാഹരണം: എക്സൈസ് നികുതി, വിനോദ നികുതി, വിൽപ്പന നികുതി എന്നിവ. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന നികുതികളാണ് കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി, ആദായ നികുതി എന്നിവ. നികുതിയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഇന്ത്യൻ കൃതികൾ: മനുസ്മൃതി, അർത്ഥശാസ്ത്രം. സുൽത്താനേറ്റ് ഭരണകാലത്ത് ഇസ്ലാമിക വിശ്വാസം ഇല്ലാത്തവരുടെ മേൽ ചുമത്തിയിരുന്ന നികുതിയാണ് ജസിയ. ആദ്യമായി ജസിയ ഏർപ്പെടുത്തിയത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. നികുതികൾ ആദ്യമായി ലോകത്താദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്തും, മൂല്യനിർമ്മിത നികുതി അഥവാ വാറ്റ് ആദ്യമായി നടപ്പിലാക്കിയത് ഫ്രാൻസും, കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ന്യൂസിലാൻഡും, കൊഴുപ്പ് നികുതി ആദ്യമായി നടപ്പിലാക്കിയത് ഡെൻമാർക്കും, ഉപ്പ് നികുതി നടപ്പിലാക്കിയത് ചൈനയും, കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളവുമാണ്. എന്നാൽ ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്നത് 1962 ഏപ്രിൽ 1-നാണ്.